ഹായ്, എല്ലാവർക്കും നമസ്കാരം. സ്നേഹത്തോടെ കൂടെ ഉള്ളവരും സ്നേഹം അന്വേഷണം എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ കുറേ വർഷങ്ങളായിട്ടോ, ഒരു 3-4 വർഷമായി യൂട്യൂബിൽ ഞാനിങ്ങനെ ചെറിയ ചെറിയ ഭക്ഷണ സാധനങ്ങൾ, കറികൾ, ചോറ് വയ്ക്കുന്നത്, കറി, പല പല കറികൾ, അച്ചാർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ഓരോ സാധനങ്ങൾ ശോഭ കിച്ചണിൽ ഇടാറുണ്ട്. ഞാൻ സാധാരണ പണിക്ക് പോകുന്ന ഒരാളാണ്. എല്ലാ ജോലികളും ചെയ്യും. എല്ലാ ജോലികളെന്ന് പറഞ്ഞാൽ പറമ്പിൽ ഉള്ള ജോലികൾ, അതുപോലെ കടയിൽ ഓരോ കടകളിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ജോലികൾ അതങ്ങനെ ചെയ്യും. പിന്നെ ഫുഡ് നന്നായിട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഇതുവരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഭക്ഷണം ഉണ്ടാക്കിയാൽ കഴിക്കാൻ പാകത്തിനുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. അപ്പോൾ ഞാൻ അങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അത് യൂട്യൂബിൽ ഇട്ട് എല്ലാവർക്കും, യൂട്യൂബിലുള്ള എൻ്റെ സുഹൃത്തുക്കൾക്ക്, കൂട്ടുകാർക്ക്, കാണുന്നവർക്കൊക്കെ ആയിട്ട് അങ്ങനെ അവർക്കായിട്ട് കൊടുക്കും. അതാണ്. എത്ര വർഷമായി, 4 വർഷം 5 വർഷത്തിനടുത്തായി ഞാനിങ്ങനെ യൂട്യൂബിൽ ഓരോന്നിടുന്നു. അപ്പോൾ എൻ്റെ ജീവിതകഥ എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞാനിങ്ങനെ ഓരോ നമ്മൾ ഇത് പറയില്ലേ, ഓരോ അരിമണിയും സൂക്ഷിച്ചു വെച്ച് എന്നൊക്കെ പറയില്ലേ, അതേപോലെയുള്ള ജീവിതമായിരുന്നു. വിവാഹം കഴിച്ച ജീവിതമാണെങ്കിൽ അത് 17 വർഷം വിവാഹ ജീവിതത്തിൽ ജീവിച്ചു. പക്ഷെ അത് അദ്ദേഹത്തിന് എന്തോ അദ്ദേഹം ഞാനുമായിട്ട് ചേർച്ചയില്ലാതെ ആയിപ്പോയി. അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 15 വർഷം, ഒരു 16 വർഷമായിട്ടുണ്ടാവും. അന്ന് മുതൽ ഇറങ്ങിപ്പോരുമ്പോൾ എനിക്ക് ഞാൻ ഉടുത്ത ഡ്രസ്സല്ലാതെ വേറൊരു ഡ്രസ്സും കൂടി എനിക്ക് മാറി ഉടുക്കാനുണ്ടായിരുന്നില്ല. അന്ന് ഓരോ ഡ്രസ്സിന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്താ വെച്ചാൽ എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുപോയി വീട്ടിലുള്ളവർക്ക്, അനിയന്മാരെല്ലാവരും അവർക്ക് അവരുടെ ഭാര്യമാർക്കെല്ലാം വാങ്ങിക്കൊടുക്കുന്ന കാണുമ്പം എനിക്ക് നല്ല സങ്കടം തോന്നിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് ഒരു ഡ്രസ്സ്, ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ, ഞാനാകെ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ്. വിവാഹം കഴിച്ച് വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ടാണ് ഞാൻ ആദ്യമായി പോകുന്നത്. അങ്ങനെ പോകാറുള്ള ഒരു സ്ഥലം അതാണ് എൻ്റെ സ്വന്തം എൻ്റെ വീട്. എൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോൾ ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സിലേക്ക് നോക്കും. എൻ്റെ ഡ്രസ്സിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും പഴഞ്ചനും ഇങ്ങനെ പൊടിഞ്ഞ് കക്ഷം കീറിയതും, അല്ലെങ്കിൽ എൻ്റെ കയ്യിൻ്റെ ഇവിടെയെല്ലാം ഇങ്ങനെ വേർപ്പുണ്ട് കീറി, അങ്ങനെയുള്ള വർഷങ്ങളോളം ഇട്ട ഡ്രസ്സായിട്ടിട്ടായിരിക്കും ഞാൻ പോണത്. ആരും ഉടുക്കാത്ത സൈസ് ഒരു സാരി. അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കും ഇങ്ങനെ എല്ലാം. എൻ്റെ ഡ്രസ്സ് ആദ്യം ഞാൻ എൻ്റെ ഡ്രസ്സ് നോക്കും, എന്നിട്ട് പിന്നെ എല്ലാവരും നോക്കും. അപ്പോൾ എനിക്ക് കുറവാകും. സാരിയുടെ തുമ്പെടുത്ത് ഞാനിങ്ങനെ പുതയ്ക്കും, ബ്ലൗസ് ആരും കാണണ്ട വിചാരിക്കും. അങ്ങനെ കഴിഞ്ഞു പോയൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ചെറുപ്പകാലത്തിലാണെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. ഞങ്ങളെ 3 പെണ്ണും ഒരാണും മക്കളെ വിവാഹം കഴിച്ചു വിട്ടത് അമ്മ ഒരുപാട് കഷ്ടപ്പെടുന്ന ആളായിരുന്നു, ഒരുപാട് അധ്വാനിച്ച ആളാണ്. അപ്പം എനിക്കും ഏകദേശം അങ്ങനെയൊക്കെയുള്ളൊരു ഇതിലാണ് ഞാനും അങ്ങനെയൊക്കെ വന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ അത്ര കാലം വരെ എത്തി. കുറേ വർഷങ്ങളോളം അവിടുന്ന് പിരിഞ്ഞു കഴിഞ്ഞ് കുറേ വർഷം 2008 ഞാൻ അവിടുന്ന് പിരിയുന്നത്, എൻ്റെ ഭർത്താവിൻ്റെ അടുത്തു നിന്ന്. അങ്ങനെ വന്ന് സ്വന്തമായിട്ടൊരു വീട്, താമസിക്കാനൊരു വീട് വേണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാനൊരു വീടിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. എന്നാലും 5 സെൻറ്റ് സ്ഥലം വാങ്ങി അതിലൊരു വീടാക്കിയെന്നല്ല, ആക്കണമെങ്കിൽ ഇനി വീട് എന്ന് പറയണമെങ്കിൽ ഇനി ഒരുപാട് അതിൽ ജോലി ചെയ്യണം, ഒരുപാട് പണിയുണ്ടായില്ല.
സാമ്പത്തികമില്ല. മറ്റേ ഓരോ സ്ഥലത്ത് പോയി പണിയെടുത്ത് കൊണ്ടുവന്നിട്ട് 6 മാസം പണിയെടുത്തിട്ട് 6 മാസമുള്ള പൈസ കൊണ്ടാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് ഉണ്ടാക്കിയ ഒരു വീടിൻ്റെ പകുതി ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം. ഞാൻ യൂട്യൂബിൽ ഓരോരോ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്, കറികൾ, തോരൻ, മീൻ വറുക്കുന്നത്, ഇറച്ചിക്കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ ഇടലുണ്ടായിരുന്നു. പക്ഷേ ഇട്ടിട്ട് വലിയ റീച്ചോ അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷെ എന്നാലും എനിക്കതൊരു വളരെ സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അതാണ് എൻ്റെ വളരെ ഇഷ്ടപ്പെട്ട സന്തോഷം. ഭക്ഷണം ഉണ്ടാക്കുക, അതുപോലെ വീട്ടിലേക്ക് വരുന്ന അതിഥികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അവരെ സ്വീകരിക്കുക. അങ്ങനെ അവരെ വന്നാൽ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം. അതിന് നമ്മൾ തന്നെ അധ്വാനിക്കണം. വേറൊരാൾ സഹായിക്കാനോ ആരോടും ഒരു സങ്കടം പറയാനോ സഹായിക്കാനോ ഒന്നും ആരുമില്ലാത്ത ഞാൻ ഒരുപാട് അത് നിങ്ങളോട് എങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളെങ്ങനെ എടുക്കും, അതിനെന്തെല്ലാം പ്രതികരണങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കുക, അതൊന്നും നമുക്കറിയില്ല. എന്നാലും ഞാനങ്ങ് പറഞ്ഞെന്ന് മാത്രം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയാനായിട്ടൊരു വീഡിയോ ഇടുന്നതും പറയുന്നതും ഒക്കെ. എനിക്ക് നിങ്ങളോടൊക്കെ സംസാരിക്കണം തോന്നി. ഇത്ര വർഷമായി ഞാൻ ഓരോ കറികളൊക്കെ ഉണ്ടാക്കി ഞാനിങ്ങനെ യൂട്യൂബിന് പ്രദർശനം എന്ന് പറഞ്ഞ പോലെ കൊടുക്കും. പക്ഷേ യൂട്യൂബ് ഇതുവരെ അതിനൊരു പ്രതിഫലമോ അല്ലെങ്കിൽ അതിനൊരു റീച്ചോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എങ്കിലും ഞാനിടും. ഞാനത് മുമ്പോട്ട് തന്നെ കൊണ്ടുപോകും. അതേപോലെ തന്നെ അല്ലാതെ ആഡംബരമായിട്ടുള്ള സാധനങ്ങളൊന്നും ഉണ്ടാക്കാനോ അങ്ങനെയൊന്നും നമുക്ക് അറിയാമെങ്കിൽ തന്നെ അതിനുള്ള സാധനങ്ങൾ വാങ്ങാനും എടുക്കാനും ഒന്നും നമുക്ക് സാമ്പത്തികമില്ല. നമ്മൾ നേരം വെളുക്കുമ്പം ജോലിക്ക് പോകുന്നു. ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ ജോലിക്ക് പോകും. അങ്ങനെയാണ്. ഇനി എൻ്റെ വീടിൻ്റെ അത് ഞാൻ യൂട്യൂബിലിട്ടിട്ടുണ്ട്, എവിടം വരെ എത്തിയെന്ന്. അത്രമാത്രം സന്തോഷമാണ് എനിക്ക് ആ വീട്. അങ്ങനെ ആറ്റുനോറ്റ് ഇരുന്ന് ആഗ്രഹിച്ച് വർഷങ്ങളോളം ആഗ്രഹിച്ച് സ്വരുക്കൂട്ടിയില്ല. സ്വരുക്കൂട്ടാനൊന്നും ഉണ്ടാവില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിക്ക് നമ്മൾ കടയിൽ പോയാൽ 250 രൂപ ഉണ്ടാവും. പറമ്പിപ്പണിക്ക് പോയാൽ 300 കിട്ടും. അതിൽ നിന്നാണ് ഞാൻ മിച്ചം പിടിച്ച് വയറ് മുറുക്കി എടുത്ത് എന്ന് വേണം പറയാൻ. അതിനിടയ്ക്കൊരു കല്യാണം, മോളെ വിവാഹം കഴിപ്പിച്ചു വിട്ടു. മോളുടെ കല്യാണം നടന്ന് അതിന് മോളെ ഒരു പ്രസവം ഇതെല്ലാം എടുത്ത് അതെല്ലാം ഞാൻ വാടക വീടായിരുന്നു. അന്നേരം വാടക വീട്ടിൽ വെച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ നടത്താൻ പറ്റും പോലെ എനിക്ക് മുന്നേറണം, എനിക്ക് ജീവിക്കണം, എനിക്ക് മുന്നേറണം. ആരുടെ മുമ്പിൽ ഞാൻ തല കുനിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ജീവിതത്തിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. മരണതുല്യമായ ജീവിതങ്ങൾ എനിക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഓരോരോ കാലഘട്ടങ്ങളിലായിട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. മരിക്കണം എന്ന് ചിന്തിച്ച കാലങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിനൊന്നും തല വെച്ചു കൊടുത്തില്ല മരിക്കാൻ. എൻ്റെ മനസ്സിനെ ഞാൻ പിന്നെയും വലിച്ച് വേണ്ട, എനിക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം, വീടുണ്ടാക്കി കാണിച്ചു കൊടുക്കണം, ജീവിക്കണം, ലോകത്തോട് വിളിച്ചു പറയണം, ഞാൻ ഇങ്ങനെയായിരുന്നു, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയായി എൻ്റെ വീട്. അതാണ് എൻ്റെ സന്തോഷം, അതാണ് എൻ്റെ ജീവിതം. ആ ജീവിതം അതൊരു വലിയ ജീവിതം തന്നെയായിരുന്നു. ഒരുപാട് കാലങ്ങൾ സഹിച്ച് ജീവിച്ച ഒരു ജീവിതം. സാരമില്ല, എനിക്കിനിയും ദൈവം ആയുസ്സും ആരോഗ്യവും തന്നാൽ, പണിക്കാനുള്ള ആയുസ് തന്നാൽ ഞാൻ നേടിയെടുക്കും. എനിക്കൊരു വീടാണ് ആവശ്യം. 5 സെൻറ്റ് സ്ഥലം വാങ്ങി പകുതി പണിയായി. പക്ഷെ മുമ്പോട്ട് പോകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. വീട് കടമുണ്ട്, ഒരുപാട് പൈസ കടം വന്നു, ലക്ഷങ്ങൾ. പക്ഷേ ഞാൻ വീട്ടും എന്നുള്ള ഒരു മനവും ധൈര്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാനത് വീട്ടിൽ മുമ്പോട്ട് പോകും. ബൈ. സന്തോഷം മാത്രം എല്ലാവരോടും. എല്ലാവരും നല്ല സന്തോഷത്തിലിരിക്കുക, ജീവിക്കുക. ജീവിതം ഇതൊക്കെ തന്നെയാണ്. ഒരു കാലഘട്ടത്തിൽ നമുക്ക് സന്തോഷം, ഒരു കാലഘട്ടത്തിൽ നമുക്ക് ദുഃഖം, ഒരു കാലഘട്ടത്തിൽ
നമുക്ക് കുട്ടികളെ അവർ പറയുന്നത് കേൾക്കുക, അവരുടെ അനുഭവം അവർ അത് പങ്കിടുക, അവരുമായിട്ട് ചേർന്ന് നിൽക്കുക, ഇതൊക്കെയാണ്. പക്ഷെ എത്ര നമ്മൾ ശ്രമിച്ചാലും ചേരാത്ത കുട്ടികളായാലും ഭർത്താവായാലും ചേരാത്തതിനെ നമ്മൾ ചേർക്കാതിരിക്കുക. ഒരിക്കലും ചേർക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചേരാത്തതിന് നമ്മൾ എത്ര ചേർത്താലും, നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്താലും ചേരില്ല, അവരകന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ.